നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് ഈ ഒരു തിരഞ്ഞെടുപ്പ് വേളയിൽ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഓരോ വികസന പ്രവർത്തനങ്ങളായി എണ്ണി പറയുകയാണ് BJP. ആ ദൃശ്യങ്ങളിലേക്ക്. മോദിക്ക് എന്താണ് തിരുവനന്തപുരത്ത് കാര്യം? അതല്ലേ എല്ലാവർക്കും അറിയാനുള്ളത്. എന്നാൽ കേട്ടോളൂ, തിരുവനന്തപുരത്തിനായി അദ്ദേഹം നൽകിയ 19 കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് മാത്രം 2,30,000 കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രയോജനം നൽകി. തിരുവനന്തപുരത്ത് മാത്രം ശുദ്ധജലം ലഭ്യമായ വീടുകളുടെ എണ്ണം 62.1% ഉയർത്തി. തിരുവനന്തപുരത്ത് മാത്രം 71,169 കുടുംബങ്ങൾക്ക് PM ഉജ്ജ്വൽ യോജനയുടെ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. തിരുവനന്തപുരത്ത് മാത്രം PM ആവാസ് യോജന ഗ്രാമീണിലൂടെ 5,400 പേർക്ക് വീടുകൾ നൽകി. തിരുവനന്തപുരത്ത് മാത്രം PM ആവാസ് യോജന അർബനിലൂടെ 13,094 വീടുകൾ നൽകി. 213 കിലോമീറ്റർ പുതിയ റോഡുകൾ. മൊത്തം ഗ്രാമീണ റോഡുകളുടെ നീളം 375 കിലോമീറ്ററുകൾ. 1,515 കോടിയുടെ ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ. തിരുവനന്തപുരത്ത് മാത്രം കോടിക്കണക്കിന് രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി. കൂടാതെ തിരുവനന്തപുരത്ത് മാത്രം ആയുഷ്മാൻ ഭാരതിലൂടെ 9,08,000 ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ നൽകി. റെയിൽവേ വികസനത്തിനായി മാത്രം മാറ്റിവെച്ചത് 470 കോടി രൂപ. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടാണ് നരേന്ദ്രമോദി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിനായി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കമ്മ്യൂണിസ്റ്റുകാരെ അത് ഗംഭീരമായിട്ട് സതീശൻ ട്രോളുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകാർ ട്രോളുന്ന ഒരു വീഡിയോ അത് കോൺഗ്രസിനിട്ടും കൊള്ളുന്നില്ലേ എന്ന ഒരു സംശയം നമുക്ക് വരാം. ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. 540 സീറ്റിലുള്ള പാർലമെന്റിൽ കയറി നിന്നിട്ട് മോഡിയെ താഴ്ത്തിറക്കാൻ പോകുന്നത് CPM. എന്നിട്ട് പ്രകടന പത്രിക ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ, അധികാരത്തിൽ വന്നാൽ ആര് CPM കേന്ദ്രത്തില് ഭയങ്കര തൊലിക്കെട്ടിയാണ്. എന്താ തൊലിക്കെട്ടി? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 18 സീറ്റ് മത്സരിച്ചിട്ട് ഞങ്ങളെല്ലാം ശരിയാക്കി കളയുന്നവരുടെ പ്രകടന പത്രികയെ CPM-ന് പാർലമെന്റിലേക്ക്. അദ്ദേഹം ചോദിക്കുന്നത് വളരെ ശരിയാണ്. കമ്മ്യൂണിസ്റ്റുകാരിൽ ആര് അധികാരത്തിൽ വരാനാണ് അല്ലേ? ഇതേ കാര്യം തന്നെയാണ് ജനങ്ങളും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രമല്ല, കോൺഗ്രസുകാരോട് കൂടിയാണ്. ആരാ അധികാരത്തിൽ വരാൻ പോകുന്നത്? ആര് വരാനാ അല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.